നമുക്ക് പരിചയമുള്ള ഒരുപാട് മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ കുട്ടി ഒന്നും സംസാരിക്കാതെ ആരോടൊന്നും സംസാരിക്കാതെ മാറി നിൽക്കും, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി നിൽക്കും. അതല്ലെങ്കിൽ ഹൈപ്പർ ആയിരിക്കും. ഇനി അതും അല്ലെങ്കിൽ എങ്ങനെ ആരോട് എപ്പോൾ എവിടെ എങ്ങനെ പെരുമാറണം എന്നറിയാതെ മാറി നിൽക്കും. ഇതൊക്കെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ബിഹേവിയറൽ ഇഷ്യൂ ആണ്. ഇങ്ങനെ ആയിപ്പോയല്ലോ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കറക്ഷൻസിലൂടെ ഇത് മാറ്റാൻ കഴിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ഡോക്ടറെ ഇന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് ഡോക്ടർ ശ്രീഹരി. ഇവിടെ ദുബായ് ഹെൽത്ത് കെയർ സിറ്റിയിലെ അവിടെ സിവാൻസ വെൽനെസ്സിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. പാരൻസ് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് കൺസേൺഡ് ആകുന്നത്. ഒന്ന് അവരുടെ അക്കാഡമിക് ലേണിംഗ്, ഇതും രണ്ട് ബിഹേവിയർ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ ക്ലിനിക്കിൽ കാണുന്ന മെയിനായിട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ റിയാക്ട് ചെയ്യുന്നു, ഭയങ്കര ടാൻഡ്രംസ്, ഭയങ്കര അഗ്രസീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. അതുപോലെ ചിലരാണെന്നുണ്ടെങ്കിൽ വളരെ ആൾക്കാരുമായിട്ട് മറ്റു കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ടുള്ളൊരു പ്രയാസം, ഒറ്റപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ അവർ അധിക സമയവും സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം വളരെ എക്സസീവായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യുന്നു പലപ്പോഴും കംപ്ലൈൻറ്റ് വരാറുണ്ട്. ഇങ്ങനെയുള്ള പലതരം ബിഹേവിയറൽ പ്രോബ്ലംസിൻ്റെ കാരണങ്ങൾ നമുക്ക് കണ്ടെത്തണം. അത് എക്സാക്ട്ലി കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏത് രീതിയിൽ ഇതിനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ തെറപ്പിയിലേക്ക് പോവുക. കറക്ഷൻ ഈസ് 100% പോസിബിൾ. ബിക്കോസ് നമുക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ റീസൺ എന്താണെന്ന് അറിയാതെ നമ്മളത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ആ ചേഞ്ച് ഉണ്ടാകാത്തത്. കുട്ടി ഇതൊന്നും നമ്മൾ ചിലപ്പം ശ്രദ്ധിച്ചെന്ന് വരില്ല. അത് പ്രത്യേകിച്ചും ഒരു ഏജ് കഴിയുമ്പോഴാണ് ഇത് കൂടുതലും അത് കൂടി വരുന്നത്. അതായത് അത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ അവർ പെർഫോം ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട്. ഡോക്ടർ സ്ക്രീൻ ടൈമിന്റെ കഥ പറഞ്ഞപ്പോഴാണ് സ്മാർട്ട് ഫോൺ അഡിക്ഷനിൽ PhD എടുത്തിട്ടുള്ള ഒരാളും കൂടെയാണ് ഇത് കേട്ടോ. ഇന്ന് നമുക്ക് സ്ക്രീൻ ഇല്ലാതെ ഒരു ലൈഫിനെ പറ്റി ചിന്തിക്കുക വളരെ പ്രയാസം തന്നെയാണ്. പക്ഷേ അതിൻ്റെ യൂസേജ് ഡെവലപ്പ് ചെയ്ത് വളരെ യങ്ങർ ഏജിൽ നിന്ന് നമ്മൾ എക്സസീവായിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ ഇതവരൊരു ഹാബിറ്റ് പോലെയാവും. അപ്പോൾ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് വളരെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇതിൽ എന്താ പറ്റുന്നത് വെച്ചാൽ പാരൻസ് അത് വളരെ ഈസിയാണ്. കാര്യം അവർക്ക് അവരുടെ വർക്ക് നടക്കും. പഠനങ്ങൾ പറയുന്നത് ഇപ്പോൾ മറ്റ് സബ്സ്റ്റൻസ് യൂസ് അഡിക്ഷൻ വരുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ന്യൂറോളജിക്കൽ പാത്വേ എന്ന് പറയുന്നത്. അതേ സെയിം ഇത് തന്നെയാണ് ഈ സ്ക്രീൻ ഫോൺ അഡിക്ഷനിലും വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഒരു യങ്ങർ ഏജിൽ തന്നെ അത് പ്രോപ്പറായിട്ട് ബാലൻസ്ഡ് ആയിട്ട് അവരെ ഹെൽത്തി യൂസ് അവരെ പഠിപ്പിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലേറ്റർ ഫേസിൽ വളരെ അത്രത്തോളം പ്രയാസം വരില്ല. ഈ സ്ക്രീൻ ടൈം പറയുമ്പോൾ ഇപ്പം ഞാൻ ഒരു സ്റ്റഡി ആക്ച്വലി നടത്തിയിരിക്കുന്നത് കപ്പിൾസിൽ തന്നെ സ്ക്രീൻ ടൈം അവരുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പാരൻസ് അവരവരുടേതായിട്ടുള്ള സ്ക്രീൻ ടൈമിൽ, കുട്ടികൾ അവരവരുടേതായിട്ടുള്ള സ്ക്രീൻ ടൈമിൽ പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, ഷെയറിങ്, ഒരു നല്ല ക്വാളിറ്റി ടൈം ടുഗദർ, ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ കുറവ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, എസ്പെഷ്യലി ഇപ്പോൾ പാരൻസ് തമ്മിൽ അല്ലെങ്കിൽ കപ്പിൾസ് തമ്മിൽ ഒക്കെ ഇതൊരു വലിയ തരത്തിലുള്ളൊരു ഇഷ്യൂ വരുന്നുണ്ട്. കാര്യം ചാറ്റിങ്ങും സ്ക്രോളിങ്ങും ഒക്കെ കഴിയുമ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് തന്നെ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പം ബേസിക്കലി നമ്മളിപ്പോൾ റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ്, അല്ലെങ്കിൽ അവരെ ഒരു കൈൻഡ് ഓഫ് അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ഷെയറിങ്, ഒരു അക്സെപ്റ്റൻസ് ഓഫ് ഈച്ച് അതർ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഭയങ്കര ഡിഫറൻസസ് ഉള്ള വേരിയേഷൻ വരുന്നതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ വളരെ അധികമായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുള്ളവർ ഡോക്ടറെ വന്ന് കണ്ടാൽ അതിന് വേണ്ടുന്ന കറക്ഷൻസ് എന്താണെന്നുള്ളത് ഡോക്ടർ പറഞ്ഞു തരും. ഇവിടെ സിവാൻസ വെൽനെസ്സിൽ സൈക്കോളജി മാത്രമല്ല സൈക്യാട്രിയും ഉണ്ട്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ തൂലികയാണ് സൈക്യാട്രി ഹാൻഡിൽ ചെയ്യുന്നത്. So in psychiatry, we are dealing with different disorders like depression, anxiety, psychosis, bipolar disorder, ADHD. These are some of the most common cases that we see in our OPD on a regular basis. So the medical management of these cases, the diagnosis and the medical part is taken care of mostly by the psychiatrist. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വീടുകളിലോ നമുക്ക് പരിചയമുള്ളവർക്കോ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അത് കുട്ടികൾക്കോ മുതിർന്നവർക്കോ ആർക്കും ആയിക്കോട്ടെ, ഉണ്ടെങ്കിൽ നാണക്കേട് വിചാരിച്ചിരിക്കരുത്. നമ്മൾ അപ്പം തന്നെ ഒരു ഡോക്ടറെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പം തന്നെ മാറാവുന്ന വിഷയമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ തെറപ്പിയും കാര്യങ്ങളും പിന്നീട് നമുക്ക് തീരുമാനിക്കാമല്ലോ. എന്താണ് കാര്യം എന്നെങ്കിലും അറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ സിവാൻസയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ സൈക്കോളജി റിലേറ്റഡ് സർവീസസിനും 50% ഡിസ്കൗണ്ട് ഉണ്ട്. ഈ സ്ഥലം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ദുബായ് ഹെൽത്ത് കെയർ സിറ്റി മെട്രോ സ്റ്റേഷനിലെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ്. ഇനി കാറിലൊക്കെ വരുന്നവരാണെങ്കിൽ ഗൂഗിൾ മാപ്പിലോ വേസിലോ പോയിട്ട് സിവാൻസ വെൽനെസ് എന്ന് ടൈപ്പ് ചെയ്താലും നേരെ ഇവിടെ വരാം. എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അറിയാനോ അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ടേഷനൊക്കെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാലും മതി.